മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. ഞാൻ ആസ്ട്രോളജർ ഗണപതി നിലയം മോഹൻദാസ്. 2026 ജൂൺ മാസത്തിൽ സംഭവിക്കുന്ന വ്യാഴമാറ്റ ഫലപ്രവചനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് അവിട്ട നക്ഷത്രത്തെക്കുറിച്ചാണ്. അവിട്ട നക്ഷത്രം രാശിചക്രത്തിലെ മകരം കുംഭം രാശികളിലായിട്ട് നിലകൊള്ളുന്നു. പൊതുവെ എന്ത് കാര്യത്തിനും പോകുന്ന മനസ്ഥൈര്യവും അതുപോലെ വലിയ കഴിവും മിടുക്കും ഒത്തിരി പേരെ കൂടെ നിർത്താനുള്ള സാമർഥ്യവും സർവോപരി കുടുംബജീവിതം വളരെ മാന്യവും മനോഹരമായിട്ടൊക്കെ കൊണ്ടുപോകാനൊക്കെ വലിയ കഴിവുള്ള ആൾക്കാരാണ് അവിട്ടക്കാർ. കേട്ടിട്ടില്ലേ? അവിട്ട നക്ഷത്രത്തിൽ ജനിച്ചവൻ തവിട്ടിൽ നേടുന്ന ഒരു പഴഞ്ചൊല്ലി തന്നെ ഉണ്ട്. ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അവിട്ടം നക്ഷത്ര ജാതർ തവിട്ടിലും ജീവിക്കും. എന്ത് രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റോടു കൂടി അവരെ കുടുംബം കൊണ്ടുനടക്കാൻ എന്ത് രീതിയിലുള്ള വിട്ടുവീഴ്ചകളിലും കുടുംബത്തിന് വേണ്ടിയിട്ടൊക്കെ എന്ത് രീതിയിലുള്ള വിട്ടുവീഴ്ചകൾ ചെയ്യാനൊക്കെ അപാരമായിട്ടുള്ള കഴിവും മനഃശക്തിയൊക്കെ ഉള്ള വളരെ ധീരരും അതുപോലെ മുമ്പോട്ട് ഗതിയുള്ളവരും അങ്ങനെ ഇങ്ങനെയൊന്നും ആർക്കും തടയാനോ തളർത്താനൊന്നും ആവില്ലാത്തവരും എന്നാൽ ഒരു പരിധി വരെയൊക്കെ തൻകാര്യം മാത്രം പ്രസക്തിയിൽ വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്നവരാണ് അവിട്ട നക്ഷത്രക്കാർ. എന്ന് വെച്ചാൽ അയൽവക്കത്തുകാരൊന്നും ഉപകാരം ചെയ്യില്ല എന്നൊന്നും അല്ല കേട്ടോ. സുഹൃത്തുക്കൾക്കും അയൽക്കാർക്കും ഒക്കെ ഉപകാരം ചെയ്യും. അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ എല്ലാ പൊതുപ്രവർത്തനത്തിനും ഒക്കെ ഇറങ്ങുന്നുണ്ടെങ്കിലും കുറച്ച് തൻകാര്യം കൂടുതലുള്ള ആൾക്കാരായിട്ടാണ് ജ്യോതിഷം പ്രാക്ടീസ് ചെയ്യുന്ന എന്നെപ്പോലുള്ള ആൾക്കാർക്ക് പുസ്തകത്തിൽ പറഞ്ഞതിനേക്കാളൊക്കെ കൂടുതൽ അപ്പുറമായിട്ട് മനസ്സിലാക്കിയ ഒരു കാര്യം. പൊതുവെ ഭാഗ്യവന്മാരാണ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, മകരം കുംഭം രാശിയിൽപ്പെട്ടവരാണ് അവിട്ട നക്ഷത്ര യാതൊരു. അപ്പോൾ 2026 ജൂൺ 2-ാം തീയതി സംഭവിച്ച് ഇരിക്കുന്ന ഈ വ്യാഴമാറ്റം അവിട്ട നക്ഷത്രക്കാർക്ക് 2 രീതിയിലാണ് അതിൻ്റെ ഫലസൂചിക എന്നുള്ളതാണ് പ്രത്യേകത. ഞാൻ അവിട്ട നക്ഷത്രക്കാരനാണ്. എൻ്റെ സഹോദരൻ അവിട്ട നക്ഷത്രക്കാരനാണ്. എൻ്റെ സുഹൃത്ത് അവിട്ട നക്ഷത്രക്കാരനാണ്. എൻ്റെ ഭാര്യ അവിട്ട നക്ഷത്രം എന്നൊക്കെ പലരും പറയും. അപ്പം അങ്ങനെയാണ് എല്ലാവർക്കും ഒരു ഗുണഫലമല്ലേ ഉണ്ടാവേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ തരത്തിലുള്ള ഗുണമല്ല ഈ തവണത്തെ രാശിമാറ്റം കൊണ്ട് ഉണ്ടാവുന്നത്. ഈ 2 കൂറുകളുടെ അടിസ്ഥാനത്തിൽ ഒരേ നാളിന് തന്നെ 2 തരത്തിലുള്ള അനുഭവങ്ങളാണ് ഉണ്ടാവുന്നത്. ആദ്യമായിട്ട് മകരക്കൂറുകാരെ സംബന്ധിക്കുകയാണെങ്കിലോ, മകരക്കൂറുകാർക്കാണെങ്കിൽ മകരം കുംഭം മീനം മേടം എടവം മിഥുനം 6-ാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വ്യാഴം ഒരു വർഷമായിട്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഏഴശനിയുടെ കാര്യങ്ങളൊക്കെ തീർന്നു. ഒരുവിധമൊക്കെ ജീവിതം സുഖകരമായിട്ട് മാറി. 6-7 കൊല്ലക്കാലം, ശരിക്കും 7.5-8 വർഷത്തോളം നീണ്ടു നിന്ന കഷ്ടപ്പാടുകളിൽ നിന്നൊക്കെ ഒരു പരിധി വരെയൊക്കെ വന്നു. 2025 ജനുവരി 30-ാം തീയതി ശനി കുംഭത്തിൽ നിന്ന് മീനത്തിലേക്ക് രാശി മാറിയതോടുകൂടി ഏഴശനി പോലുള്ള മഹാദ്രോഹങ്ങളൊക്കെ അവർക്ക് മാറി. ഒന്ന് തല കുടഞ്ഞ് മുമ്പോട്ട് പോകാമെന്നുള്ള രീതിയിലൊക്കെ എത്തി. വലിയൊരു ഭാരം തലേന്ന് ഇറങ്ങിപ്പോയ മാതിരിയാണ് അവരുടെ മിക്കവാറും അവസ്ഥ. എങ്കിലും 6-ാം ഭാവത്ത് സഞ്ചരിക്കുന്ന വ്യാഴം പല ഗുണത്തിലും തടസ്സപ്പെടുത്തുക തന്നെ ചെയ്തു എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, മക്കളെ കൊണ്ടുള്ള ചെറിയ മനപ്രയാസങ്ങൾ, ദാമ്പത്യ പ്രശ്നങ്ങൾ, തൊഴിൽ പ്രശ്നങ്ങൾ, അതേമാതിരി കടബാധ്യതകൾ, യാതൊരു കാര്യം 2 പെട്ടെന്ന് നമ്മൾ പോലും അറിയാണ്ട് നമ്മുടെ ദേഹത്ത് കയറി കൂടിയായിട്ടുള്ള കടബാധ്യതകൾ, അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ കൊണ്ട് കുറച്ച് കഷ്ടത്തിലായിരുന്നു ഈ മകരക്കൂറുകാർ. അവരെ സംബന്ധിച്ച് ആണ് ഏറ്റവും ശുഭോദർക്കമായിട്ട് സംഭവിച്ചേക്കുന്നത്. എന്താണ് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വ്യാഴമാറ്റം കൊണ്ട് ഒട്ടനവധി ഗുണങ്ങൾ അനുഭവിക്കുന്ന ചില നക്ഷത്രങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരിൽ തന്നെ
മുൻപന്തിയിൽ നിൽക്കുന്ന നക്ഷത്രക്കാരാണ് ഈ രാശിക്കാരാണ് മകരക്കൂറുകാർ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് മകരം രാശിയിൽപ്പെടുന്ന അവിട്ട നക്ഷത്രക്കാർ കുംഭം രാശിയിൽപ്പെടുന്ന അവിട്ടൻ നക്ഷത്രക്കാരെക്കാളും വളരെ ഭാഗ്യവന്മാരാണ്. അവർക്ക് 7ാം ഭാവത്തേക്കാണ് വ്യാഴം മാറുന്നത്. 7ാം ഭാവത്തേക്ക് വ്യാഴം മാറുമെന്ന് വെച്ചാലോ, ഒഴുകാത്ത വെള്ളം പോലെ തളം കെട്ടിക്കിടന്ന കച്ചവടാദി കാര്യങ്ങൾ, ബിസിനസ്സുകൾ, സാമ്പത്തികത്തിൻ്റെ ഒഴുക്ക്, അതേമാതിരി പണം കൊണ്ടുള്ള കാര്യങ്ങൾ എല്ലാം അതിനൊക്കെ ഒരു പുതുതായിട്ടൊരു ഒഴുക്ക് വന്നു ചേരാൻ പോവുകയാണ്. മനസ്സടഞ്ഞ് നിന്നായിരുന്ന അവർക്ക് ബിസിനസ്സിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും ഒക്കെ പുതിയ പുതിയ ഐഡിയോളജികൾ വരികയാണ്, പുതിയ സുഹൃത്തുക്കൾ വരികയാണ്, പുതിയ പാർട്ട്ണർഷിപ്പും ബിസിനസ്സുകളാണ്, പുതിയ ആശയങ്ങളാണ്, പുതിയ സുഹൃത്തുക്കളാണ്, പുതിയ പാർട്ട്ണർഷിപ്പും ബിസിനസ് വരാൻ പോകുന്നു. അതേമാതിരി വിവാഹം, ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു കീറാമുട്ടിയാണ്. ഒത്തിരി ആൾക്കാർക്ക് കല്യാണം നടക്കാതിരിക്കുകയാണ്. ചിലർ പറയും പെണ്ണുങ്ങൾ കുറവാണ്, ആണുങ്ങളുടെ എണ്ണം കൂടുതലാണെന്നൊക്കെ പറയുന്നു. എന്താണ് അതിൻ്റെ കഥ എന്ന് അറിയാൻ പാടില്ല. ഒത്തിരി പ്രത്യേകിച്ച് ആൺകുട്ടികൾ കല്യാണം കഴിക്കാത്തവർ ഒത്തിരി പേരുണ്ട്. ഓരോ കരയിലും ഉണ്ട്, ഓരോ പ്രദേശത്തും ഉണ്ട്. അങ്ങനെയുള്ളവർ ഒത്തിരി കേസുകൾ ജ്യോതിഷം പ്രാക്ടീസൊക്കെ ചെയ്യുന്ന എന്നെപ്പോലുള്ള ആൾക്കാരുടെ അടുത്ത് കല്യാണം നടക്കാത്തതിൻ്റെ പ്രശ്നമായിട്ട് ഒത്തിരി പേര് വരുന്നുണ്ട്. അവർ പ്രത്യേകിച്ചൊരു കാര്യം പറഞ്ഞു, മകരക്കൂറുകാരായിട്ടുള്ള അവിട്ട നക്ഷത്രക്കാരിൽ അനേകരുടെ വിവാഹം ഈ കൊല്ലം നടക്കും. ചുമ്മാ ഒരു കല്യാണമല്ല, നിങ്ങൾ പ്രതീക്ഷിച്ചേക്കാനൊക്കെ നല്ല രീതിയിലുള്ള കല്യാണം നടക്കാനും ഒക്കെ ഇടയാവും. അതേമാതിരി വിദ്യാഭ്യാസപരമായിട്ട് നല്ല കോഴ്സുകൾ ലഭിക്കാനും, ലഭിച്ച കോഴ്സുകൾ നല്ല രീതിയിൽ പഠിച്ച സർട്ടിഫിക്കറ്റുകളൊക്കെ മേടിക്കാനും, അതുപോലെ ഉദ്യോഗാർത്ഥികളായിട്ടുള്ള ആൾക്കാർക്ക് അവരുദ്ദേശിക്കുന്ന രീതിയിലൊക്കെ സർക്കാർ പണിയോ മറ്റേ സ്വകാര്യ മേഖലയിലോ അല്ലാന്നുണ്ടെങ്കിൽ വിദേശ ജോലിയൊക്കെ കിട്ടാൻ സാധിക്കും. ഇനിയിപ്പോൾ എല്ലാവർക്കും സർക്കാർ ജോലി ആഗ്രഹിച്ചവർക്കൊക്കെ കിട്ടുമോ എന്ന് വെച്ചാൽ അവർക്ക് എല്ലാവർക്കും ജോലി തരാനുള്ള കപ്പാസിറ്റി സർക്കാരിനുണ്ടോ? അങ്ങനത്തെ ചോദ്യങ്ങളുണ്ട് കേട്ടോ. ഭാഗ്യം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, സാഹചര്യം കൊണ്ട് ഇപ്പോൾ വേണം. അങ്ങനെയാണ് ഇപ്പോൾ സർക്കാർ പണിയൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അന്തസ്സായിട്ട് ജീവിക്കാവുന്ന, അവർക്ക് ആസ്വദിച്ച് തന്നെ ചെയ്യാവുന്ന ജോലികൾ സ്വകാര്യ മേഖലയിലാണെങ്കിലും ഈ മകരക്കൂറുകാർക്ക് വന്ന് ലഭിക്കും. അതുപോലെ മക്കളെ കൊണ്ട് വ്യസനിച്ചുകൊണ്ടിരുന്ന മാതാപിതാക്കൾക്ക്, ഈ അവിട്ട നക്ഷത്രക്കാരായിട്ടുള്ള മാതാപിതാക്കൾക്ക് അവർക്ക് സന്തോഷം വന്ന് കണ്ട് സന്തോഷിക്കാൻ, അവർക്ക് നല്ലത് വന്ന് കണ്ട് സന്തോഷിക്കാനുള്ള ഇട വരും. 6ാം ഭാഗത്ത് വ്യാഴം നിൽക്കുമ്പോൾ ദൈവവിശ്വാസവും ഇല്ല, അമ്പലത്തിലും പടിയിലൊക്കെ പോയിക്കൊണ്ടിരുന്നവരും പോവില്ല. ചുമ്മാ പറഞ്ഞതാ, ഇത് ചുമ്മാ മനുഷ്യനെ പറ്റിക്കാൻ. മനുഷ്യൻ നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് മതം ഉണ്ടായത്. അതുകൊണ്ട് ഒരു ചട്ടക്കൂട് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് വിശ്വസിക്കുന്നവരാണ് അധികം. അപ്പോൾ അങ്ങനത്തെ ഉടവർക്കൊക്കെ അങ്ങനെയൊന്നും അല്ല. നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാണോ, ചട്ടക്കൂട് ഉണ്ടാക്കാൻ വേണ്ടിയാണ് മതം ഉണ്ടാക്കിയത്, നല്ലത് ചെയ്യാൻ വേണ്ടിയാണ് ഉപദേശങ്ങളൊക്കെ ഉണ്ടായത്, അതിനൊക്കെ ആയിട്ടൊരു കണ്ടീഷനൊക്കെയാണ് ക്ഷേത്രങ്ങളും പള്ളികളൊക്കെ ഉണ്ടായെന്നുണ്ടെങ്കിലും ഇത് മാത്രമൊന്നുമല്ല, അതിൻ്റെ ഉള്ളിൽ കൂടെ ദൈവം എന്ന് പറഞ്ഞൊരു ചൈതന്യവും കൂടി ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ മുഖാമുഖം കാണും. വ്യാഴം അനുകൂലമാവണ സമയത്ത് ദൈവത്തിൻ്റെ അനുഭൂതി നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾ ദൈവത്തിന് തൊട്ടടുത്ത് ഇത്ര നാൾ തൊട്ടടുത്ത് ഇരുന്നിട്ടും നമ്മുടെ കണ്ണിന് കാഴ്ചയില്ലാത്തതുകൊണ്ട് ഇതുവരെ കാണാനൊക്കാത്ത ഭഗവാനെ നിങ്ങൾക്ക് സ്വന്തം കൺമുമ്പിൽ കാണാൻ പറ്റും. ഇങ്ങനെ പഞ്ചേന്ദ്രിയങ്ങൾ കാണാൻ പറ്റുമോ? കണ്ണുകൊണ്ട് കാണാനോ, അതേമാതിരി നമ്മുടെ കൈയും കൊണ്ട് തൊടാനോ, മൂക്കും കൊണ്ട് മണറിയാനൊന്നും പറ്റില്ല. പക്ഷേ നമ്മുടെ അടുത്ത് ആ സാന്നിധ്യം ഉണ്ടെന്നും, നമുക്ക് വളരെ അടുത്ത് തന്നെ ഉണ്ട് എൻ്റെ തമ്പുരാൻ, എൻ്റെ ഭഗവാൻ എൻ്റെ അടുത്തുണ്ടെന്നും, എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടെന്നുള്ള തോന്നലൊക്കെ ഉണ്ടാക്കും വ്യാഴം അനുകൂലമാവുന്ന സമയത്ത്. അങ്ങനെ 2026 ജൂൺ 2-ാം തീയതി കർക്കിടകത്തിലേക്ക് വരുന്ന വ്യാഴം 2026 ജനുവരി 10-ാം മാസത്തോടെ, 2026 തന്നെ 10-ാം മാസത്തോടെ തന്നെ ചിങ്ങത്തിലേക്ക് വരും. അങ്ങനെ ചിങ്ങത്തിലേക്ക് സംഭവിക്കുമ്പോൾ എന്താ പറ്റണേ, ഇതേ വ്യാഴം തന്നെ ചന്ദ്രൻ 8-ലേക്ക് പോകും. ചന്ദ്രൻ നിൽക്കുന്ന രാശി ഏതാ മക്കളെ? മകരം, കുംഭം, മീനം, മേടം, എടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം. അഷ്ടമത്തിലേക്ക് പോകും. അഷ്ടമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുസ്ഥാനമാണ്. 8ന്റെ പണി കേട്ടിട്ടില്ലേ? അങ്ങനെ ഒരു സംഭവം തന്നെയാണ് 8. ഒരു ഗ്രഹത്തിനും അഷ്ടമത്തിൽ ശോഭിക്കില്ല. വ്യാഴത്തിന് അത് ഒട്ടും ഇഷ്ടമല്ല. അഷ്ടമത്തിലേക്ക് വ്യാഴം എന്ന സമയത്ത് സർവപ്രതാപത്തിനും മങ്ങൽ, അപവാദം, അതുപോലെ വിപത്ത്,
വിഫലം, ഇങ്ങനത്തെ ചില പ്രശ്നങ്ങളുണ്ട്. ഏഴാം ഭാഗത്ത് നിൽക്കുന്ന കാര്യങ്ങൾക്ക് കെട്ടിക്കിടന്ന വെള്ളം പോലെ കിടന്നുകൊണ്ടിരുന്ന ഭാഗ്യത്തിനും ഭാവിക്കൊക്കെ ഉണർവുണ്ടാക്കിയ വ്യാഴം ചിങ്ങം രാശിയിലേക്ക് പോകുമ്പോഴത്തേക്കും നേരെ വിപരീതം വരുമോ ജ്യോത്സ്യരെ എന്ന് ചോദിച്ചാൽ അങ്ങനെ ആകാശം ഇടിഞ്ഞ് വീഴുന്നൊന്നുമല്ല നമ്മൾ പറഞ്ഞേ. എങ്കിലും പെട്ടെന്നൊരു സ്തംഭനാവസ്ഥ സർവ്വമേഖലയിലും വരാനുള്ള സാധ്യതയുണ്ട്. അപവാദം എന്നൊരു ഇതുണ്ട്. ഈ അപവാദം എങ്ങനെയാണ്? നല്ല പ്രവൃത്തികൾ സമൂഹത്തിന് വേണ്ടിയൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും കുടുംബത്തിന് വേണ്ടി ചെയ്താലും നാട്ടുകാർക്ക് വേണ്ടി ചെയ്താലൊക്കെ നമ്മൾ വിചാരിക്കുന്നതിന് നേരെ വിപരീതമൊക്കെ സംഭവിക്കുകയും നമ്മൾ നിറഞ്ഞ മനസ്സോടെ ചെയ്ത നന്മകളൊക്കെ നമുക്ക് എതിരായിട്ട് തന്നെ തിരിഞ്ഞ് നമ്മൾ ഏറ്റവും വലിയ പെരുദോഷക്കാരും കുറ്റക്കാരൊക്കെ ആവും. എങ്ങനെ? 8 വ്യാഴം വരുമ്പോൾ അതാണ് അപവാദം എന്ന് പറയുന്നത്. വിപത്തുക്കൾ, ചെറിയ രീതിയിലുള്ള അപകടങ്ങൾ, ധനനഷ്ടങ്ങൾ, നമ്മൾ വലിയ ലാഭം പ്രതീക്ഷിച്ചൊക്കെ ധനം കൊണ്ട് ഡിപ്പോസിറ്റൊക്കെ ചെയ്ത സ്ഥലങ്ങൾ, ബാങ്കുകളൊക്കെ പൊട്ടുക, അല്ലെങ്കിൽ അങ്ങനെ ഇതൊക്കെ വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ പൊട്ടുമോ? 7ാം ഭാഗത്ത് വളരെ മനോഹരമായിട്ട് നിന്നിട്ട് 8ാം ഭാഗത്തേക്ക് പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് ബാങ്ക് പൊട്ടി പോകുന്നതാണോ പറഞ്ഞു വെച്ചാൽ അത്ര ഒന്നും വന്നോളുന്നില്ല. പൊതുവേ എന്ന് വെച്ചാൽ ഒരു സ്റ്റക്കിങ് എനർജി. അതേമാതിരി കല്യാണം നടക്കുമെന്ന് പറഞ്ഞു, 7ാം ഭാഗത്തേക്ക് വ്യാഴം വന്നു, അതിൻ്റെ പേരിൽ അവിട്ട നക്ഷത്രക്കാർക്ക് വിവാഹയോഗമൊക്കെ ഉണ്ട്. മകരക്കുറുകാർക്കാട്ടോ, കുംഭക്കുറുകാരുടെ പറയാതിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. ഭാഗ്യവന്മാർക്ക് എപ്പോൾ സംഭവിക്കും? വ്യാഴം രാശി മാറി 10ാം മാസത്തിന് മുമ്പുള്ള സമയത്ത് തന്നെ ആലോചനയൊക്കെ വരും. അതിലും ചില അല്പം ഭാഗ്യക്കുറവുള്ളവർക്ക് എന്ത് പറ്റും? 10ാം മാസം മുതൽ 2026 ജനുവരി അവസാനം വരെ വ്യാഴം ചിങ്ങത്തിരിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും അങ്ങനെ വരുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ വിവാഹം പോലുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൃത്യമായിട്ട് അന്വേഷിച്ചിട്ടൊക്കെ വേണം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കല്യാണം കഴിച്ചു എന്ന് മാത്രമേ ഫലം ഉണ്ടാവുള്ളൂ. വിഫലമാകും. വിഫലം മൂന്നാമത്തെ ഒരു കർമ്മം അതാണ്. ജോലി കിട്ടാനൊക്കെ ഒത്തിരി ആഗ്രഹിച്ചു, ജോലി കിട്ടിക്കഴിഞ്ഞപ്പോഴോ അങ്ങനെ ഒരു ജോലി കിട്ടാതിരിക്കുകയായിരുന്നു ഭേദം. സാലറി ഇല്ല. ഇനി സാലറി കിട്ടിയാൽ തന്നെ അതിൻ്റെ ടെൻഷനൊന്നും താങ്ങാൻ പറ്റുന്നില്ല. വളരെ വിഷയത്തിലേക്ക് സ്വസ്ഥവും സമാധാനമായിട്ടിരുന്ന എൻ്റെ മനസ്സിനെ പൈസ കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ജോലിക്ക് പോയ പിന്നെ ആണെങ്കിലോ യാതൊരു സമാധാനവും ഇല്ല, മനസ്സമാധാനവും ഇല്ല എന്നുള്ള അവസ്ഥ. വായ്പ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടാൻ ബുദ്ധിമുട്ടും. ലോണൊക്കെ അനുവദിച്ചേക്കണ ലോൺ ഈ പറഞ്ഞ മാതിരി 10ാം മാസത്തിന് മുമ്പ് മേടിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ 2027 ജനുവരി അവസാനമുള്ള സമയമൊക്കെ ആവണം. അല്ലെങ്കിൽ ബാങ്ക് മാനേജർമാരും ഇവരൊക്കെ വന്ന് അന്വേഷിക്കും. അതേമാതിരി ലോണുകളൊക്കെ കൃത്യമായിട്ട് അടച്ചു പോകാനായിട്ട് ശീലിക്കണം. ടാക്സ് അടയ്ക്കേണ്ട ഒരു ടാക്സൊക്കെ അടയ്ക്കാനായിട്ടും കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെയൊക്കെ ഒരു സമയമാണ് ഈ നടുമധ്യത്തിൽ വന്നെ ആയിട്ടുള്ള ഈ സമയം. അപ്പോൾ ഈ മകരക്കൂറുകാരായിട്ടുള്ള അവിട്ട നക്ഷത്രക്കാർക്ക് ഈ വർഷത്തിൻ്റെ ആദ്യവും അവസാനവും വളരെ നല്ലതും, നടുക്കൊരു ശകലം കുഴപ്പമുണ്ടാവും എന്നാണ് പറഞ്ഞതിനർത്ഥം. 2027 ജനുവരി അവസാനത്തോടെ വീണ്ടും ഈ വ്യാഴം കർക്കിടകത്തിലേക്ക് തന്നെ വരികയും 2027 ജൂൺ 26-ാം തീയതിയോട് വീണ്ടും ചിങ്ങത്തിലേക്ക് പോവുകയും ചെയ്യും. അങ്ങനെയാണ് ഈ തവണത്തെ യാത്ര എന്ന് പറയുകയാണ്. രണ്ടാമത്തെ കണ്ടീഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ കുംഭക്കൂറുകാരായിട്ടുള്ള അവിട്ട നക്ഷത്രക്കാരാണ്. കുംഭക്കൂറുകാരായിട്ടുള്ള അവിട്ട നക്ഷത്രക്കാർക്ക് കുംഭം, മീനം, മേടം, എടവം, മിഥുനം, കർക്കടകം 6ാം ഭാഗത്തേക്കാണ് പോണത്. 5ാം ഭാഗത്ത് കാര്യം ഏഴരശനിയുടെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. മൊത്തത്തിലൊരു തടസ്സവും അലംഭാവവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും വലിയ തെറ്റില്ലാതെ ഒരു വിധം അങ്ങോട്ട് ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അവർ, കുംഭക്കൂറുകാരായിട്ടുള്ള അവിട്ട നക്ഷത്രക്കാർ. എന്നാ വെച്ചാൽ വ്യാഴം മിഥുനത്തിലാണെങ്കിലും ശത്രുക്ഷേത്രത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴമാണെങ്കിലും 5ാം ഭാഗത്ത് നിലകൊണ്ടതിനാൽ വലിയ മനസ്സമാധാനക്കുറവൊന്നുമില്ല. ഒരുവിധം കൊള്ളാവുന്ന ഒരു കുടുംബജീവിതമുണ്ട്. ജോലി കിട്ടിക്കഴിഞ്ഞാൽ ശമ്പളമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഫലം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വന്നതും പോകണമെന്നൊക്കെ ഒരുപോലെ തന്നെയാണ് ഇരിക്കണേ. പിള്ളേരെ പഠിപ്പിക്കാനൊക്കെ വിട്ടു, അഡ്മിഷനൊക്കെ കിട്ടി. നന്നായിട്ട് പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ജയിക്കും, അല്ലെങ്കിൽ കയറിപ്പോകുന്നൊക്കെയാണ് പ്രതീക്ഷ. വീട്ടിലാണെങ്കിലും ഭാര്യ ഭർത്തൃബന്ധത്തിനൊന്നും വലിയ കുഴപ്പമില്ല, അധികം നേട്ടമൊന്നുമില്ല. ഇതിൽ ഒരുവിധമൊക്കെ സമാധാനമായിട്ട്. എന്നാലും ഏഴരശനിയുടെ ഒരു ദോഷമുണ്ട് കേട്ടോ. ഇടയ്ക്ക് ചെറിയ രോഗങ്ങളും ചെറിയ ആശുപത്രി കേസും പണച്ചെലവൊക്കെ ഉണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കുംഭക്കൂറുകാരായിരുന്ന അവിട്ട നക്ഷത്രക്കാർ. അവർക്ക് പറ്റിയെന്ന് വെച്ചാൽ 5ാം ഭാഗത്ത് നിന്ന് 6ാം ഭാഗത്തേക്ക് വ്യാഴം പോയി എന്നുള്ളതാണ്. 6ാം ഭാഗം, 12ാം ഭാഗം, 8ാം ഭാഗം എന്നൊക്കെ പറഞ്ഞാൽ നെഗറ്റീവ് സിറ്റുവേഷനാണ്. ചുമ്മാ കോമൺ ആയിട്ട് പറഞ്ഞാൽ രോഗം, ശത്രു, കടം, എല്ലാ കാര്യവും ചെന്നൊരു മത്സരത്തിൽ നിൽക്കുക.
വീട്ടിലായിക്കോട്ടെ, നാട്ടിലായിക്കോട്ടെ, ഓഫീസിലായിക്കോട്ടെ, എല്ലാ സ്ഥലത്തും വളരെ സിമ്പിളായിട്ട് നടക്കേണ്ട കാര്യങ്ങൾ വരെ, വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ വരെ ഒരു മത്സരത്തിന് നടക്കുക കൊണ്ടുവന്ന് എത്തിക്കുക. സർവ്വതിനോട് ശത്രുത്വം തോന്നുക. ഒരാളിപ്പോൾ നമ്മുടെ അടുത്ത് ന്യായമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു വരികയാണെങ്കിൽ പോലും നമ്മുടെ മനസ്സിന് വിശ്വാസമില്ലായ്മ, ഒരു ഉൾഭയം, ഇതൊക്കെ കാരണം നല്ല കാര്യത്തിന് നമുക്ക് അപ്രിഷ്യേറ്റ് ചെയ്യാനോ അഡ്മിറ്റ് ചെയ്യാനോ ഒന്നും സാധിക്കില്ല. അതുകൊണ്ട് വളരെ ആലോചിച്ച് മാത്രം തീരുമാനം എടുക്കുക. ഒരാളെന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ വളരെ ആലോചിച്ച് തന്നെ ചെയ്യുക. അങ്ങനെ സർവ്വസ്ഥലത്തും ശത്രുമത്യത്തിൽ എത്തുക എന്നുള്ളതാണ് 6-ാം ഭാവത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. മനസമാധാനം പോവുക. 2 രോഗം, ശത്രു, കടം എന്നാണ് അതിൻ്റെ പ്രത്യേകത. അതേമാതിരി യാതൊരു ആവശ്യമില്ലാത്ത രീതിയിലുള്ള കടങ്ങൾ വളരെ നന്നായിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ചിലപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റുകാരൻ വന്നു, അല്ലെങ്കിൽ ഒരു കടയിൽ നിന്ന് ഇൻസ്റ്റാൾമെൻ്റായിട്ട് ഇന്നതൊക്കെ കിട്ടും എന്നൊരു അറിവ് കിട്ടി. വീട്ടുകാരതിനു വേണ്ടി നിർബന്ധിച്ചു. ഉടനെ കുറച്ച് കടവും കാര്യങ്ങളൊക്കെ അതിനുണ്ടാക്കി വയ്ക്കുക. അതിന് പൈസ ഇല്ലെങ്കിലും കടമായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ, ഓരോ ഉപഭോഗ വസ്തുക്കളോ വീട്ടുപകരണങ്ങളോ തുടങ്ങി വലിയ വലിയ കാര്യങ്ങൾ, ചിലരൊന്നും ആലോചിക്കാത്ത രീതിയിൽ ചാടിക്കയറി ബിസിനസ്സിൻ്റെ ലോണൊക്കെ എടുക്കും. അങ്ങനെയൊക്കെ എടുക്കുക. അതൊക്കെ അധികവും കടമായിട്ട് തന്നെ അവശേഷിക്കാൻ, ആ കടം തിരിച്ചു കൊടുക്കാൻ സാധിക്കാതെ വരിക, ആ കടം നമ്മളെ ചിറ്റിക്കുക, അങ്ങനെയൊക്കെയാണ്. അതുപോലെ അപ്രതീക്ഷിതമായിട്ട് ചില രോഗങ്ങൾ വരാനിടയുണ്ടാവുക. വലിയ കുഴപ്പമൊന്നുമില്ല, ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, നാളെ ടെസ്റ്റ് ചെയ്ത് നോക്കി, ഷുഗറില്ല, പ്രഷറില്ല, കൊളസ്ട്രോളൊന്നുമില്ല. അങ്ങനെയൊക്കെ ആത്മവിശ്വാസത്തോടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തികച്ചും ഒരിക്കലും ചിന്തിച്ചിരിക്കാതെ ആശുപത്രി വാസത്തിന് ഇടവരിക, പല കാര്യത്തിനായിട്ട് എന്ന് വിചാരിച്ച് സങ്കല്പിച്ച് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് മാറ്റി ബാങ്കിലൊക്കെ ഇട്ടിരിക്കുന്ന പൈസ അങ്ങനെ ഒരിക്കലും താൻ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒട്ടും മനസ്സുകൊണ്ട് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളിലേക്ക് ചിലവഴിക്കേണ്ടതായിട്ട് വരിക, കടക്കാരനായിട്ട് തീരുക. ഇതൊക്കെ 6-ാം ഭാവത്ത് വ്യാഴം സഞ്ചരിക്കുമ്പോഴുള്ള കുഴപ്പമാണ്. വളരെ വേണ്ടപ്പെട്ടവരായിട്ടുള്ള ആൾക്കാരുടെ ശത്രുത്വം. ഇന്നലെ വരെ വളരെ മനോഹരമായിട്ട് നല്ല രീതിയിൽ നമ്മൾ പെരുമാറിക്കൊണ്ടിരുന്ന, നമുക്കൊത്തിരി ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്ന, നമ്മുടെ കുടുംബത്തിലെ ആൾക്കാരെന്ന് പോലും നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ ആ വ്യക്തി ഞാനുമായിട്ടൊന്നും ജീവിതത്തിൽ ഒരിക്കലും യാതൊരു വിഷയവും ഉണ്ടാവില്ല, ഒരിക്കലും ഞങ്ങൾ തമ്മിൽ വഴക്ക് കൂടില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന ഫ്രണ്ട്ഷിപ്പൊക്കെ നമ്മളെപ്പോലുള്ളവർക്കും ഉണ്ടായിരുന്നു. ഓരോ സമയങ്ങളിൽ നമ്മൾ അതിശയം വ്യാപിക്കുന്ന മാതിരി മനസ്സാ വാച നമ്മൾ അറിയുക പോലും ചെയ്യാതെ അവരൊക്കെ ഒരു വിക്ടിം മൂഡിലേക്ക് പോവും. നമ്മളെന്തോ മഹാപാപം ചെയ്തു എന്നൊക്കെ രീതിയിലൊക്കെ വരത്തക്ക രീതിയിലുള്ള ശത്രുത്വത്തിൽ ചെന്നുപെടുക. അങ്ങനെ രോഗം, ശത്രു, കടന്നാണ് യാറിൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യം. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മൾ എല്ലാ സ്ഥലത്തും നമ്മൾ ശത്രു മധ്യത്തെത്തുക. നമ്മളോട് ലോഹ്യം പറഞ്ഞുകൊണ്ട് തന്നെ ആൾക്കാർ ചിലപ്പോൾ നല്ല ഉദ്ദേശത്തിൽ വരികയാണെങ്കിൽ പോലും നമ്മളതിനെ നിഷ്കളങ്കിതവർ കാണാനുള്ള മനഃശക്തി ഇല്ലാണ്ടായി പോവുക. സംശയിക്കേണ്ടവരെ നമ്മൾ സംശയിക്കാതിരിക്കുകയും സംശയിക്കാൻ ഒരിക്കലും പാടില്ലാത്തവരെ സംശയിക്കുകയും ചെയ്യുക. അങ്ങനെയുള്ള പ്രവണതകളൊക്കെ കാണിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി നെഗറ്റീവ് ഒരു പ്രയാണമാണ് ഈ കുംഭക്കൂറുകാർക്കായിട്ടുള്ള അവിട്ട നക്ഷത്രക്കാർക്ക് വന്നേക്കണത്. അത് തന്നെ കുംഭക്കൂറ് ആയിട്ടുള്ള അവിട്ട നക്ഷത്രക്കാർക്ക് വന്നേക്കണത്. അപ്പോൾ 2026 ജൂൺ 2-ാം തീയതി കർക്കിടകത്തിലേക്ക് കയറുന്ന വ്യാഴം 2026 10-ാം മാസത്തോടെ ചിങ്ങത്തിലേക്ക് വരും. അപ്പോൾ ആ ചിങ്ങത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞതായിട്ടുള്ള കുംഭക്കൂറുകാർക്ക് 7-ാം ഭാഗത്തേക്ക് ചിങ്ങത്തിലേക്കായി വ്യാഴം, അതൊരു ആശ്വാസകാലമാണ്. വെറുതെ ആവശ്യമില്ലാതെ വഴക്കും തമ്മിലൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർക്കാൻ ഇടവരിക. വഴക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വഴക്കൊന്നും അല്ലാട്ടോ ഉദ്ദേശിക്കണേ. അപ്പോൾ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളായിട്ട് ചെറിയൊരു അഭിപ്രായ വ്യത്യാസം കഴിഞ്ഞാൽ വഴക്കാണല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് സമന്വയിക്കാൻ ഇടവരിക. പിണങ്ങിപ്പോയ സുഹൃത്തുക്കൾ പലരും പിന്നെയും വീണ്ടും ഫ്രണ്ട്ഷിപ്പിലേക്ക് വരിക. അതുപോലെ തകർന്നു പോയ റിലേഷൻഷിപ്പുകൾ, പ്രേമബന്ധങ്ങൾ, അതെല്ലാം എൻ്റെ പൊന്നെ ഞാനിതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, നിനക്ക് തുറന്ന് പറയാൻ പാടില്ലായിരുന്നോ, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയൊന്നും വരില്ലായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ആ നഷ്ടപ്പെട്ടു പോയ സ്നേഹവും കൂടി തിരിച്ചു വരാൻ ഇടവരിക. എല്ലാം അനുഭവിച്ച് ആ പേപ്പറും കൂടി കൊടുത്താൽ കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ലോൺ, ആ പേപ്പറും കൂടി ചെന്നപ്പോൾ എന്തൊക്കെയോ കാരണം പറഞ്ഞ് സ്റ്റക്കാക്കി വെച്ചിരുന്ന മാനേജർ
ഈ ചിങ്ങത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കവിടെ സമീപിക്കാനുള്ള കാരണം വരും. അവിടെ ചെന്ന് കഴിയുമ്പോൾ അത് ഇങ്ങനെയൊക്കെയാണ് ലീഗലായിട്ടുള്ള കണ്ടീഷൻ. പിന്നെ നിങ്ങൾ പല പ്രാവശ്യം വന്ന ആൾക്കാരായതുകൊണ്ടും നിങ്ങളുടെ ആവശ്യമൊക്കെ ജെന്യൂൻ ആണെന്ന് എനിക്ക് വേറൊരു വഴിക്കൂടെയൊക്കെ മനസ്സിലാക്കിയതിൻ്റെ പേരിൽ ഞാനിത് അനുവദിച്ചു തരിക എന്നുള്ള രീതിയിലൊക്കെ ആ ലോണൊക്കെ കിട്ടാൻ ഇടവരിക, ചിട്ടികൾ മുടങ്ങിക്കിടന്ന ചിട്ടികൾ കിട്ടാൻ ഇടവരിക. എന്ത് വേണ്ടു ഞാൻ എന്ന് വിചാരിച്ചുകൊണ്ട് മനസ്സും കൊണ്ട് ആലോചിച്ച് തീരുമാനം എടുക്കാതെ നട്ടപ്പുറം അങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരുന്ന ചില കാര്യങ്ങളിലെല്ലാം ദൈവകൃത്യ ഈ കറങ്ങലും പ്രശ്നങ്ങളൊക്കെ മാറി അതിനൊക്കെ ദൈവികമായിട്ട് തന്നെ ഒരു പരിഹാരം വന്ന് പെടുക. പുതിയ സുഹൃത്തുക്കൾ മുഖാന്തരം പുതിയ സഹായികൾ ഉണ്ടാവുക, പുതിയ സുഹൃത്തുക്കൾ ഉണ്ടാവുക, പുതിയ സഹായികൾ ഉണ്ടാവുക. ആറിലേക്ക് വ്യാഴം നിന്നപ്പോഴുണ്ടായിരുന്ന ദോഷങ്ങൾ, അതുമൂലം ഉണ്ടായ നെഗറ്റീവ് ഇംപ്രഷൻസ്, അതുമൂലം ഉണ്ടായിട്ടുണ്ടായിരുന്നതായിട്ടുള്ള ശാരീരിക പ്രശ്നങ്ങൾ, മനോഭംഗങ്ങൾ, അതേമാതിരി ദാമ്പത്യ പ്രശ്നങ്ങൾ, വളരെ ഇതായിട്ട് നമ്മളോട് വളരെ സഹകരിച്ചിരിക്കുന്ന ഭാര്യ മക്കൾ കുറ്റം ചെയ്യുന്നതിനും നമ്മൾ ഭാര്യയോട് കുറ്റം പറയും. മാസാവസാനം വരെ കാശ് നമ്മുടെ കയ്യിൽ നിന്നില്ലെങ്കിൽ അതിനും ഭാര്യയെ കുറ്റപ്പെടുത്തും. അങ്ങനെ സർവ്വസഹയായിട്ട് നിൽക്കുന്ന ഭാര്യമാർ ഒത്തിരി പേരുണ്ട് നമ്മുടെ നാട്ടിൽ. അങ്ങനത്തെ ഉള്ള ഭാര്യമാർ അവരൊക്കെ വലിയ പഴിയാക്കാൻ ഇടവന്നുണ്ടാവും. ഭർത്താവിനെ ഒരുമിച്ച് ജീവിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് സഹിച്ച് കുടുംബശ്രീകൾ അല്ലെങ്കിൽ കുടുംബശ്രീകൾ എന്ന് പറഞ്ഞാൽ അവരാട്ടോ ശരിക്കും കുടുംബത്തിൻ്റെ ഐശ്വര്യങ്ങൾ ആയിട്ടുള്ളവർ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും നമ്മൾ ഈ കാണിച്ചിരുന്ന ഒരു അർത്ഥമില്ല, എൻ്റെ ഭാര്യ നല്ലവളാന്നൊക്കെ മനസ്സിലാക്കി അങ്ങനെ തകർന്നടിഞ്ഞ് കിടന്നിട്ടുണ്ടായിരുന്ന ദാമ്പത്യ ബന്ധത്തിനൊക്കെ പെട്ടെന്നൊരു സ്നേഹവും പുളകവും ഒക്കെ കൈവരിക. ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളും 7-ാം ഭാവത്തേക്ക് മാറിക്കഴിയുമ്പോഴുണ്ടാവും. അപ്പം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ജ്യോതിഷരെ ഈ വ്യാഴം ഇങ്ങനെ ഇഷ്ടത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടി ഞങ്ങളുടെ കാര്യത്തിലുണ്ടാവണ ഈ പ്രശ്നങ്ങൾക്കൊന്നും ഒരു പരിഹാരമൊന്നും ഇല്ലേ, അങ്ങനെ ഇല്ല എന്നാണോ നിങ്ങളുടെ കൺസെപ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല. എന്ത് പ്രശ്നത്തിനും പരിഹാരമുണ്ട്. വ്യാഴത്തിൻ്റെതായിട്ടുള്ള ദോഷങ്ങളെ തീർക്കാൻ നിങ്ങൾ ഈശ്വരനോട് ഏറ്റവും കൂടുതൽ അടുക്കുക എന്ന് വെച്ചാൽ വ്യാഴം ദൈവീക ഗ്രഹമാണ്. നവഗ്രഹങ്ങൾ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള റോളൊക്കെ ഉണ്ടെങ്കിലും വ്യാഴത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള റോളെന്ന് വെച്ചാൽ ദൈവം ആയിട്ട് തന്നെ പ്രത്യക്ഷപ്പെടുക, ദൈവത്തിൻ്റെതായിട്ടുള്ള അനുഭൂതികളെ നമുക്ക് തരിക, ദൈവത്തിൻ്റെ വിശ്വാസികളാക്കി നമ്മളെ തീർക്കുക. നമ്മുടെ നല്ല സൽക്കർമ്മങ്ങൾ നമ്മൾ നന്നായിട്ട് ആത്മാവിൻ്റെ മുമ്പിൽ, നമ്മുടെ സ്വന്തം ആത്മാവിൻ്റെ മനസ്സിൻ്റെ മുമ്പിൽ നമ്മൾ സത്യസന്ധമായിട്ട് നല്ല രീതിയിലും മറ്റുള്ളവർക്ക് ഗുണപ്രദമായിട്ട് ആരെയും ഒരു ജന്തുവിനെയും ഇഴഞ്ഞിറക്കുന്ന ഒരു ഉറുമ്പിന് പോലും ശല്യമില്ലാത്ത രീതിയിൽ നിങ്ങൾ ചെയ്ത സൽക്കർമ്മങ്ങൾക്കെല്ലാം വ്യാഴം അനുകൂലമാവുമ്പോൾ നല്ലത് വരുത്തും. ദുഷ്കർമ്മങ്ങൾക്കെല്ലാം വ്യാഴം വിപരീതമാവുമ്പോൾ അതിൻ്റെ ശിക്ഷ തരും. അപ്പോൾ വ്യാഴത്തിനെ പ്രീതിപ്പെടുത്താൻ, വ്യാഴത്തിൻ്റെ ഈ ദുഷ്ടകഥകൾ അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ ഈ ദോഷങ്ങളൊക്കെ മാറാൻ നിങ്ങൾ ഏത് മതത്തിലാണെങ്കിലും ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കാരണവന്മാരായിട്ട് പറഞ്ഞു തന്നിട്ടുള്ള ദൈവീകമായിട്ടുള്ള മാർഗത്തിൽ കൂടെ പോകുക എന്നുള്ളതാണ്. കൃത്യമായിട്ട് ക്ഷേത്രങ്ങളിലും പള്ളിയിലും ഒക്കെ പോവുക, അതുപോലെ ബൈബിളോ ഖുറാനോ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വായിക്കുക, ഭഗവത്ഗീത ആണെങ്കിലും അങ്ങനെ ഓരോരുത്തർക്കൊക്കെ പറഞ്ഞേക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക.